ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ. അതുപോലെ 5 മിനിറ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നാലും അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റ് ആയതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കപ്പലണ്ടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരച്ച് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ശർക്കര മെൽറ്റായത് അരിച്ചിട്ട് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ശർക്കരപ്പാനി നമ്മളൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയും ഉണക്കമുന്തിരി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ഫസ്റ്റ് ലെയറാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുത്ത നെയ്യുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടെയൊക്കെ ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നെയ്യൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വീണ്ടും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വറുക്കാത്തതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതും ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് റവ എടുത്തതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചാൽ മതി. അപ്പോൾ റവ നന്നായി വെന്തിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നല്ല പോലെ തണുക്കണ്ട, കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, സ്റ്റീൽ ബൗൾ. അതിൽ ഓയിൽ തടവിയിട്ടുണ്ട് കേട്ടോ. ഓയിലോ നെയ്യോ തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് തടവണം കേട്ടോ, എന്നാലേ നമുക്കത് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ വിട്ടു പോരുള്ളൂ. പിന്നെ അതുപോലെ റവയുടെ മിക്സും പകുതി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ 2 എണ്ണം ഇതുപോലത്തെ ഒരു ബൗളിലാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുണ്ടാവും. ഞാനിപ്പോൾ വലിയ ബൗൾ എടുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ റവ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികോശമൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ലെയറായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബൗളിലൊക്കെ ആക്കി കൊടുത്തത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകളിൽ തേങ്ങയുടെയും ശർക്കരേൻ്റെയും ലെയറും അടിയിൽ റവയുടെ ലെയറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റവയിൽ അധികം ഒന്നും മധുരം ചേർത്തിട്ടില്ല, കാരണം മുകളിൽ നല്ല മധുരത്തിലുള്ള ലെയർ ആയതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ കോരി ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണ്. നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിഡിലൻ പലഹാരമാണ്. നമ്മളെ മക്കൾക്കൊക്കെ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നമ്മളെ കുട്ടീസിനെ കയ്യിലെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.